അതിലല്ല പറയുന്നത് അറിയോ? സമസ്ത ഇസ്ലാം അല്ല, അങ്കടി മുഖകാരൻ. 39-ാം അധ്യായത്തിലെ 45 മാത്രങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി പരിഭാഷയൊക്കെയാണ്. ഞങ്ങൾ മുജാഹിദ് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അന്റെ കൂടെ മൊയ്തീൻ വിളിക്കാറിനാൽ, അള്ളാന്റെ കൂടെ മമ്പ്രതങ്ങളെ വിളിക്കാറിനാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു കാഫറുകളാണ്. ഞാൻ പറയാലോ, എന്നോട് ദേഷ്യം പിടിക്കണ്ട. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നു. വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഐ ഇദാ ഖീല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് കൃത്യമാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇലാഹുകളുള്ളൂ എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉപ്പയുടെ അടുക്കലേക്ക് പോയിട്ട്, നിങ്ങളുടെ സമസ്തക്കാരനായ ഉമ്മയുടെ അടുക്കലേക്ക് പോയിട്ട്, നിങ്ങളുടെ സമസ്തക്കാരനായ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു നോക്കൂ. അവർക്ക് ഈ ബേജാറും വെപ്രാളവും കാണുമോ? ഈ മൗലവി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് പറ്റിച്ചതല്ലേ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിഭ്രാന്തി പൂണ്ട ഒരു സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മേലിൽ വെച്ച് കെട്ടുകയല്ലേ ഇയാൾ ചെയ്തത്? ഇനി നിങ്ങൾ ഈ മൗലവിയോട് വിളിച്ചു ചോദിക്കണം, മൗലവി, നിങ്ങൾ പറഞ്ഞ ആയത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് തഫ്സീറുകൾ പറയാത്തത്? നിങ്ങൾ ആയത്ത് നമ്പർ പറഞ്ഞു, സൂറത്ത് നമ്പർ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ മുഫസ്സിറുകളുടെ തഫ്സീറുകൾ വായിച്ചില്ല എന്ന്? അങ്കടി മുഖറുകാരെ, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ട് എങ്കിൽ, ഈമാനുണ്ട് എങ്കിൽ, നിങ്ങളെ വാപ്പയെയും ഉമ്മയെയും കൂട്ടുകാരെയും കാഫിർ എന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച ഇയാളോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം. ഇവിടെ ആയത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാത്ത ആളുകളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞതിനെ മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവിങ്കിൽ നിന്ന് ഉത്തരം കിട്ടാൻ സബബുകളാണ് എന്നും അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരിക്കലും തന്നെ ഇലാഹുകളല്ല എന്നും അവർ ആരാധനക്കർഹരല്ല എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഈ ആയത്തോതിയിട്ട് കാഫിർ എന്ന് പച്ചക്ക് പറയാൻ ഇയാളുടെയൊക്കെ തൊലിക്കെട്ടി എത്രത്തോളം അപാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആയത്ത് കേട്ടിട്ട് ആമന്നാ സല്ലംന എന്ന് വിശ്വസിച്ചു പോയ സാധുക്കളായ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇതിന്റെ തഫ്സീർ ഇത്ര നേരമായിട്ട് നോക്കിയിട്ടുണ്ടാവുമോ? ഇന്നലെ രാത്രി നിങ്ങളുടെ നാട്ടിൽ ഇയാൾ പ്രസംഗിച്ചു പോയിട്ട് എത്ര ആയത്തുകൾ അയാൾ ദുർവ്യാഖ്യാനിച്ചു, എത്ര കളവുകൾ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഖുർആനോ ആയത്തോ തഫ്സീറോ മഹാന്മാർ ഇതിനെന്ത് വ്യാഖ്യാനം കൊടുത്തു എന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നില്ല. നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ബാപ്പ കാഫിറാണ് എന്ന്, നിങ്ങളുടെ ഉമ്മ കാഫിറാണ് എന്ന്, നിങ്ങളുടെ നാട്ടുകാരായ സമസ്തക്കാരായ മുഅ്മിനീങ്ങളൊക്കെ കാഫിറാണ് എന്ന് വിശ്വസിച്ചു. ഇനി നിങ്ങൾക്ക് അവരോട് എങ്ങനെ സലാം പറയും? ഇനി നിങ്ങൾക്ക് അവരോട് എങ്ങനെ കൈകൊടുക്കാൻ പറ്റും? ഇനി നിങ്ങൾക്ക് എങ്ങനെ അവരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇത്തരം മുജാഹിദുകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ വൃത്തികേടിന്റെ അഗാധതയിലേക്കാണ് എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും.